JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 1201 ചിങ്ങമാസത്തെ ഫലം തന്നെയാണ്. ചിങ്ങമാസത്തെ ഫലം എന്ന് പറയുമ്പോൾ മകരൻ രാശിക്കൂറുകാരായ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദത്തിൽ ജനിച്ചവരും, അതുപോലെ തിരുവോണം നക്ഷത്രം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളിൽ ജനിച്ചവരുടെയും ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഫലം പറയുന്നത് ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ഒരു മാസത്തെ ഫലമാണ്. മകരം രാശിക്കാരുടെ ജന്മരാശാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ശനി 3-ാം ഭാവത്തിലാണ് മീനത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പം 3-ാം ഭാവം എന്ന് പറയുമ്പോൾ ശനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഗുണം ചെയ്യുന്ന ഒരു ഭാവമാണ് 3, 6, 11 ഭാവത്തിലെ ശനി. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ട് അന്ധകരണശുദ്ധി, നീതിബോധം, അതുപോലെ അനീതിക്കെതിരെ പോരാടാനുള്ള ഒരു മനോഭാവം, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ഇവയൊക്കെ ലഭിക്കും. നല്ല ബുദ്ധിശക്തിയും ദാനശീലവും, അതുപോലെ ഉത്കൃഷ്ടത, സൽസ്വഭാവം, പരാക്രമശീലം, അതുപോലെ ധാരാളം ഭൃത്യന്മാരുടെ സേവനം അല്ലെങ്കിൽ ജോലിക്കാരുടെ, അവരുടെയൊക്കെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ നിയന്ത്രിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളായിട്ട്, അതുപോലെ നല്ല സുഖ സാമഗ്രികളൊക്കെ ലഭിക്കുന്ന ഒരവസരം, നാൽക്കാലി ലാഭം, ധനലാഭം, അതുപോലെ സർവാഭീഷ്ട സിദ്ധി, കളത്രസുഖം, ആരോഗ്യം, ഇതെല്ലാം 3-ാം ഭാവത്തിൽ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി നൽകും. ശനി ഈ പറഞ്ഞതുപോലെ നല്ല ഫലമൊക്കെ നൽകണമെങ്കിൽ ജാതകത്തിൽ ശനി നിങ്ങളുടെ ജാതകത്തിൽ ഇഷ്ടഭാവത്തിലായിരിക്കണം. അതായത് ഒന്നുകിൽ മകരം, കുംഭം രാശിയിലോ അല്ലെങ്കിൽ തുലാം രാശിയിലോ 3, 6, 11 ഭാവങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ധനു, മീനം രാശിയിലായാലും നല്ല ഫലം തന്നെയാണ് നൽകുന്നത്. ഇങ്ങനെയൊക്കെ ശനി അനുകൂലമായി നിൽക്കുന്നവർക്കാണ് ഏറ്റവും നല്ല ഫലങ്ങളൊക്കെ ഈ ചിങ്ങമാസത്തിൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇനി മോശമായിട്ട്, ശനി മോശമായി ദുർബലനായിട്ടൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ഈ സമയത്ത് ഒരുപാട് വലിയ ഗുണമൊന്നും ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കുകയും വേണ്ട. മകരൻ രാശിക്കാർക്ക് കുംഭത്തിൽ 2-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്. 2-ാം ഭാവത്തിലെ രാഹു എന്ന് പറയുമ്പോൾ അതത്ര നല്ല ഫലമൊന്നും നൽകുന്ന ഒരു ഗ്രഹമല്ല. 2-ാം ഭാവം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യം, വിദ്യാഭ്യാസ സംബന്ധമായ കാര്യം, ഈ പറഞ്ഞ കാര്യത്തിനൊന്നും ഒരു നല്ല അനുഭവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ മനസ്സൊന്ന് മാറി വേറെ ഏതെങ്കിലും കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ വരുന്ന ഒരു സമയമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കുടുംബക്കാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെയൊക്കെയുള്ള ചില ദോഷഫലങ്ങളെയും ഈ രാഹു സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവാധിപനാണ് ശനി. അത് 3-ാം ഭാവത്തിൽ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും സാമ്പത്തിക വിഷയത്തിൽ ഉണ്ടാകത്തില്ല. എന്നാലും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ ചില വീഴ്ചകളൊക്കെ വരാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില അധിക ചിലവുകൾ വരാം. പിന്നെ 2-ാം ഭാവത്തിലെ രാഹു എന്ന് പറയുമ്പോൾ പലപ്പോഴും സത്യത്തെ മറച്ചു വയ്ക്കുകയും അത് മറ്റൊരു രീതിയിൽ പുറമേ കാണിക്കുകയും ഒക്കെ ചെയ്യും. അതായത് ഒരു ചെറിയ കപട സ്വഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ കോപശീലം, അന്യഭാഷക്കാരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അന്യമതസ്ഥരുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം തന്നെ രാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുവിനെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രണയ സംബന്ധമായ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള പരിചയത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും അവസരങ്ങളിലൊക്കെ കണ്ടുമുട്ടിയ ആ ഒരു പരിചയത്തിലുമൊക്കെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല, സാധ്യതയാണ് പറഞ്ഞത്. പിന്നെ ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ രാഹു പ്രണയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. 3-ാം ഭാവാധിപനാണ് വ്യാഴം. ഇത് 12-ാം ഭാവാധിപത്യം വഹിച്ച് ശത്രുസ്ഥാനമായ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 6-ാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറയുമ്പം ആരോട് ചോദിച്ചാലും പറയും ഈശ്വരാധീനം കുറവാണ്, ഈശ്വരാധീനം ഇല്ല എന്നൊക്കെ. അന്യദേശവാസത്തെയും സൂചിപ്പിക്കും.
കർമാധിപന്റെ യോഗം വ്യാഴത്തിന് വരുന്നത് തൊഴിൽ സംബന്ധമായ കാര്യത്തിലുള്ള വിദേശവാസത്തെയും ദൂരസ്ഥലത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളോട് പൊരുതി ജയിക്കുകയോ അഥവാ രമ്യതയിലെത്തുകയോ ചെയ്യാം. ചിലർക്ക് ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ വരാം. 6 വ്യാഴം എന്തെല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും മനസ്സിന് ഒരു സുഖവും സ്വസ്ഥതയും കൊടുക്കത്തില്ല. പലപ്പോഴും മനസ്സിനൊരു സുഖമൊന്നും ഉണ്ടാവത്തില്ല. പഴയതുപോലുള്ള ദൈവാധീനം അല്ലെങ്കിൽ ദൈവവിചാരം ഒന്നും ഉണ്ടാകത്തില്ല. കാരണം പിന്നെ ഇത്രയും നാള് എന്തോ ഗുണമുണ്ടായി, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ വരാം. അതുപോലെ ദൈവത്തെ മറന്ന് മറ്റു തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കാം. അതായത് സാത്വികമായ അല്ലെങ്കിൽ ഈശ്വരാധീനത്തെയും ഈശ്വര വിചാരത്തെയും ഒക്കെ ഉൾക്കൊണ്ട് ജീവിച്ച് പോകുന്ന ചിലർക്ക് അതിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി നല്ലത് ആഭിചാരവും അല്ലെങ്കിൽ അതുപോലുള്ള ചില വളഞ്ഞ വഴികളൊക്കെ അല്ലേ എന്നൊക്കെ തോന്നുന്ന ഒരു സമയം എന്ന് പറയുമ്പം ഒരു മാറ്റം, മാനസികമായിട്ടൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. അതുപോലെ കളത്രത്തിനും മാതാവിനും സുഖം കുറവായിരിക്കും. മകരൻ രാശിക്കാർക്ക് ശുക്രൻ 6, 7, 8 ഭാവങ്ങളിലായിട്ട് മിഥുനം, കർക്കിടകം, ചിങ്ങം രാശികളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. 6 ശുക്രൻ വരവിൽ കവിഞ്ഞ ചിലവിനെ സൂചിപ്പിക്കാം. അതുപോലെ മിഥുന രാശി ബന്ധുരാശിയാണ്. എന്നാലും സ്ത്രീ സംബന്ധമായി ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകാം. ചെയ്യുന്ന ജോലിക്ക് തക്ക പ്രതിഫലമൊന്നും ലഭിക്കണം എന്നില്ല. ആരോഗ്യ സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ വരാം. ചില അപവാദങ്ങൾ ഉണ്ടാവാം. ആഗസ്റ്റ് 20 മുതൽ 7-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ ഏത് വിധത്തിൽ സുഖം അനുഭവിക്കണം എന്ന ചിന്തയായിരിക്കും കൂടുതൽ. ശത്രുരാശിയാണ് കർക്കിടകൻ രാശി. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവര് ശത്രുക്കളെ പോലെ പെരുമാറുകയോ അല്ലെങ്കിൽ ശത്രുതാപരമായ ഒരു മാനസികാവസ്ഥയിൽ എത്തുകയോ ഒക്കെ ചെയ്യാം. 7-ാം ഭാവത്തിലെ ശുക്രൻ നല്ല സൗന്ദര്യമുള്ള കളത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 7-ലെ ശുക്രൻ പലപ്പോഴും വിവാഹത്തിന് തടസ്സത്തെ ഉണ്ടാക്കും. സ്ത്രീജാതകത്തിലെ 7-ലെ ശുക്രൻ പാപദൃഷ്ടിയൊന്നുമില്ലെങ്കിൽ, പാപയോഗദൃഷ്ടിയൊന്നും കൂടാതെയാണ് ആ ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ഭർത്താവിൻ്റെ എല്ലാ ഇഷ്ടത്തോടും കൂടി ഭർത്താവിനെ വളരെയേറെ സന്തോഷിപ്പിച്ച് എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് അത്ര ഉത്തരവാദിത്വത്തോടും ഒരുമയോടും കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 7-ലെ ശുക്രൻ അത്ര നല്ല കാര്യമൊന്നുമല്ല. കലഹം ഉണ്ടാകാം, അപവാദം ഉണ്ടാകാം, പരസ്ത്രീ ബന്ധം ഉണ്ടെന്നുള്ള ആരോപണമൊക്കെ വരാം. പല വിഷയങ്ങളും ശുക്രൻ സൂചിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബർ 14 മുതൽ ശുക്രൻ അഷ്ടമത്തിൽ ചിങ്ങൻ രാശിയിൽ വരും. അഷ്ടമത്തിലായാലും ശുക്രൻ നല്ല ഫലമൊക്കെ നൽകും. ഭൗതിക സുഖ സൗകര്യങ്ങൾ എല്ലാ വിധത്തിലും നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. സമ്പത്തും പ്രതാപവും ദീർഘായുസ്സും അതുപോലെ ഒരു കച്ചവട മനസ്ഥിതിയും, പല കാര്യത്തിലും വാക്കിന് സ്ഥിരത കാണത്തില്ല. സൗകര്യം പോലെ മാറി മാറിയൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. സ്ത്രീ സുഖം, ശയനസുഖം മുതലായ സുഖ സൗകര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. ബുധൻ കർക്കിടകം, ചിങ്ങം, കന്നി ഈ 3 രാശികളിലായിട്ട് മാറി മാറിയാണ് സഞ്ചരിക്കുന്നത്. 7-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ വിദ്യയും വിജ്ഞാനവും കലാപരമായ കഴിവുകളിൽ പ്രസിദ്ധിയും ധനലാഭവും ഒക്കെ ലഭിക്കും. അങ്ങനെ ലഭിക്കണമെങ്കിൽ ബുധൻ ജാതകത്തിൽ ബലവാനായിട്ട് തന്നെ നിൽക്കണം. ശത്രുരാശി ആയതുകൊണ്ട് മാതൃജനങ്ങളുമായും സ്ത്രീകളുമായും കലഹമുണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. ആഗസ്റ്റ് 30 മുതൽ ചിങ്ങം രാശിയിൽ അഷ്ടമത്തിലാണ് വരുന്നത്. അത് ആയുസ്സും പ്രസിദ്ധിയും പ്രതാപവും വിദ്യ കൊണ്ട് കീർത്തിയും അങ്ങനെയൊക്കെയുള്ള നല്ല കുറേ ഫലങ്ങളൊക്കെ നൽകും. സാഹിത്യം, സംഗീതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അഭിരുചിയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് നല്ല സമയമാണ്. സാമ്പത്തികമായ ഗുണമുണ്ടാവും. സ്ത്രീകൾക്ക് പ്രിയങ്കരനായി തന്നെ ഭവിക്കും. ബുധൻ കന്നിയിൽ വരുന്നത് സെപ്റ്റംബർ 15 മുതലാണ്, ഉച്ചരാശിയാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിൻ്റെ അവസാന സമയങ്ങളിലായതുകൊണ്ട് അതിൻ്റെ വലിയ ഫലമൊന്നും ചിങ്ങമാസത്തിൽ ലഭിക്കത്തില്ല. കന്നിയിൽ നിൽക്കുന്ന ബുധൻ്റെ ഫലമൊന്നും. സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വക്ഷേത്രത്തിലാണ് ചിങ്ങൻ രാശിയിൽ
സൂര്യൻ നിൽക്കുന്നത്. അപ്പം അഷ്ടമത്തിലാണ്. അഷ്ടമാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുന്നത് ആയുസ്സിന് വളരെയേറെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഭാര്യാസുഖം കുറയും, അഥവാ പങ്കാളിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം, നേത്രരോഗം വരാം, സാമ്പത്തികമായ പ്രയാസം വരാം, പിതാവിന് നല്ല സമയമെന്ന് പറയാനൊന്നും പറ്റില്ല. സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രീയക്കാർക്കും നല്ല സമയമല്ല. ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും. കാരണം വൈദ്യകാരകൻ കൂടിയാണ്. അതുകൊണ്ട് 9-ലും 10-ലുമായി ചൊവ്വ വരുമ്പോൾ 9-ലെ ചൊവ്വ ധനനഷ്ടം, കലഹം, തടസ്സം, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ പിതാവുമായി കലഹം, ഭാര്യ സഹോദരനുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം, അതുപോലെ സഹോദരങ്ങൾക്കും അത്ര നല്ല കാലമൊന്നുമല്ല. ഇങ്ങനെ ചില മോശഫലങ്ങളൊക്കെ ചൊവ്വ നൽകുന്നുണ്ട്. ഭാഗ്യദോഷം ഉണ്ടാകുന്ന ഒരു കാലമെന്ന് വേണേലും പറയാം. കാരണം 9-ാം ഭാവം ഭാഗ്യസ്ഥാനമാണല്ലോ. സെപ്റ്റംബർ 13 മുതൽ ചൊവ്വ 10-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 10-ാം ഭാവത്തിൽ 3, 6, 10, 11 ഭാവത്തിലേക്ക് ആദിത്യനോ ചൊവ്വയൊക്കെ വരുന്നത് നല്ല ഫലത്തെ നൽകുന്നതാണ്. അപ്പോൾ സ്വന്തം പരിശ്രമം കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തൊഴിൽപരമായ പുരോഗതി, ധനലാഭം, കീർത്തി, ഭൂമിലാഭം ഇവയെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അഷ്ടമത്തിലെ കേതു കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. കാരണം ആദിത്യനോടുകൂടി ഒക്കെ ആണല്ലോ ഈ കേതു നിൽക്കുന്നത്. അപ്പൊ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ കയ്യിലുള്ളത് എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്തയും ഇതിനിടയിലൂടെ വരാം. പലപ്പോഴും വീട്ടിൽ കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടൽ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആർശസ്, ഇതിനൊക്കെയുള്ള സാധ്യത വരാം. എല്ലാവർക്കും വരണം എന്നില്ല. ഓരോരുത്തരുടെയും ഗ്രഹനിലയും ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ചും ഇപ്പോഴത്തെ സമയമനുസരിച്ചും ഒക്കെ ആയിരിക്കും ഈ ദോഷഫലങ്ങൾ വരുന്നത്. പിന്നെ കന്നിയിലെ ചൊവ്വ, കുംഭത്തിലെ രാഹു, മിഥുനത്തിലെ വ്യാഴം, ഈ ഗ്രഹങ്ങളൊക്കെ അത്ര അനുകൂലമായി പറയുന്ന ഗ്രഹങ്ങളല്ല. നിങ്ങൾക്കിത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പം ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ഭജനം നടത്തുക, ഭദ്രകാളിക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാട് നടത്തുക. ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചുവന്ന പൂക്കൾ പറിച്ചുകൊണ്ട് കൊടുത്തെങ്കിലും പ്രാർത്ഥിക്കുക. അതുപോലെ രാഹുവിനെ സംബന്ധിച്ച് അത് 100 പാലും കഴിക്കുക. ഇല്ലെങ്കിൽ അവിടെ ചെന്ന് മറ്റേതെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടൊന്നും നടത്തിയില്ലെങ്കിൽ ഒരു പ്രദക്ഷിണം വെച്ച് മഹാദേവനെയും അതുപോലെ തന്നെ ഈ സർപ്പങ്ങളെയും സർപ്പക്ഷേത്രത്തിൽ ചെന്ന് അത്തരത്തിലുള്ള ആരാധനയൊക്കെ നടത്തുക. പിന്നെ വൈഷ്ണവ ക്ഷേത്രത്തിലായാലും നല്ലതാണ്. വ്യാഴത്തെ സംബന്ധിച്ചാണെങ്കിൽ വിഷ്ണുവിന് പാൽപ്പായസത്തിൻ്റെ വഴിപാട് നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. ശിവനെ സംബന്ധിച്ച് ഞായറാഴ്ച ധാര ആണ് ഏറ്റവും പ്രിയം, അല്ലെങ്കിൽ പുറകിൽ വിളക്ക്. ഇങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അതൊക്കെ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകി ഈശ്വരഭജനമൊക്കെ നടത്തിയാൽ ഈ മോശഫലം, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന ഓരോ ഗ്രഹങ്ങളുടെയും മോശമായ ഒരു അനുഭവത്തെ അല്ലെങ്കിൽ ദോഷത്തെ കുറയ്ക്കാനും ഈ ഓണക്കാലം, ഈ ചിങ്ങമാസം കുറെ കൂടി സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ ഈശ്വരൻ അനുഗ്രഹിക്കും എന്നുള്ളത് സംശയമറ്റ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴമൊന്നും അനുകൂലമല്ലാത്തവര് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഈശ്വരാധീനം തന്നെയാണ് എല്ലാത്തിനും നല്ലത്. അല്ലാതെ കുറെ കാശ് മുടക്കിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കുറെ പൂജ കഴിച്ചെന്ന് വിചാരിച്ചോ പെട്ടെന്ന് എല്ലാം അങ്ങ് മാറും എന്നൊന്നും ചിന്ത വേണ്ട. നിങ്ങൾ തന്നെയാണ് മാറേണ്ടത്. അതുകൊണ്ട് ദൈവവിചാരത്തോടുകൂടി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. നിങ്ങൾക്ക് എല്ലാവിധമായ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലൊരു ഓണക്കാലം ഈ ചിങ്ങമാസത്തിൽ സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ സമൃദ്ധിയുടെയും ഒരു കാലമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.